നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. എമ്പുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ. സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞെന്നും മനോവിഷമത്തിൽ തനിക്കും എമ്പുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായും മോഹൻലാൽ സ്ഥിരീകരിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. ഇപ്പോൾ മോഹൻലാൽ തന്നെ അത് സ്ഥിരീകരിക്കുന്നു. ഈ ഖേദപ്രകടനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം? വിഷ്ണു. ഉന്മേഷ, എമ്പുരാൻ സിനിമയുടെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യമായാണ് മോഹൻലാൽ ഒരു പ്രതികരണം നടത്തുന്നത്. അതൊരു ഖേദപ്രകടനമാണ്. തന്റെ എമ്പുരാൻ എന്ന സിനിമയിലെ ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ അത് ഒരു വിഭാഗത്തെ വലിയ മാനസിക വിഷമത്തിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആ ടീമിന്റെ ഭാഗമായി നിൽക്കുന്ന തനിക്ക് കൂടിയാണ്. അതുകൊണ്ട് അത്തരം മനോവിഷമം നേരിടുന്ന ആളുകളോട് താൻ ഖേദം പ്രകടിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷമായി താൻ ചെയ്ത സിനിമകളിൽ ഒരു തരത്തിലും ഒരു മതത്തെയോ രാഷ്ട്രീയ സംഘടനയോ ഒന്നും കാര്യമായി അല്ലെങ്കിൽ അവർക്ക് എതിരെ സംസാരിക്കുന്ന രീതിയിലുള്ള സിനിമകളൊന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കരുതൽ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു കലാകാരൻ നിലയുടെ കടമ കൂടിയാണത്. അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഖേദം ഈ പ്രകടനത്തിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മനോവിഷമം ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രമേയങ്ങൾ ഈ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ ഒന്നാകെ എത്തിയിട്ടുണ്ട്. അതിനി അടുത്ത ദിവസം മുതൽ ആ സീനുകൾ സ്ക്രീനിൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. സമാനതകളില്ലാത്ത ആക്രമണമാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ സംഘപരിവാർ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് കലാപവുമായി ബന്ധപ്പെട്ടൊക്കെ തെറ്റായ രീതിയിൽ ഈ സിനിമ മുന്നോട്ട് വെച്ചു. അതിൽ മോഹൻലാലിനടക്കമുള്ള ആളുകൾക്ക് രൂക്ഷ വിമർശനം ഉണ്ടായി. ഈ സിനിമ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലും അതിന്റെ റിവ്യൂ നടക്കുന്ന ഘട്ടത്തിലും ഒന്ന് മോഹൻലാൽ ഇത് കണ്ടില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സംഘപരിവാർ സൈബർ സൈറ്റുകളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ ചോദ്യമായി ഉയർന്നിരുന്നു. അതിനെല്ലാം ഒരു മറുപടിയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. താൻ ഖേദം പ്രകടിപ്പിക്കുന്നു. താൻ മാത്രമല്ല ആ ടീം ഒന്നാകെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇനി അത്തരത്തിലുള്ള സീനുകൾ ഈ സിനിമയിൽ ഉണ്ടാകില്ല. ഏകദേശം 17ഓളം വരുന്ന സീനുകളാണ് മുറിച്ചു മാറ്റാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈ വിവാദം അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ പറയാതെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 40 വർഷമായി താൻ ഈ സിനിമാ മേഖലയിലുണ്ട്. നിങ്ങളുടെ വിശ്വാസവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെയാണ് എന്റെ കരുത്ത്. തുടർന്നും അങ്ങോട്ട് അത് വേണം. ഈ ഒരു വിവാദത്തിന്റെ പേരിൽ അത് ഉണ്ടാകാതിരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിട്ടൊരു 48 മണിക്കൂർ പിന്നിടുന്നു. അതിനുശേഷമാണ് മോഹൻലാലിന്റെ ഒരു പ്രതികരണം വന്നത്. ഈ വിഷയത്തിൽ ഇതുവരെ പൃഥ്വിരാജ് സുകുമാരന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ചിത്രത്തിന്റെ നേരത്തെ വിതരണത്തിനെടുത്ത ഗോകുലം ഗോപാലിനടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. മനോവിഷമുണ്ടായ സീനുകളൊക്കെ വെട്ടിമാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും പൃഥ്വിരാജ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 17 സീനുകൾ മുറിച്ചു മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മോഹൻലാല് ഏറ്റവും ഒടുവിൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട മനോവിഷമം നേരിട്ട ആളുകളോട് ഖേദവും പ്രകടിപ്പിച്ചിരിക്കുന്നു. ഉന്മേഷ്. വിഷ്ണു, ഇപ്പോൾ ഈ സിനിമയ്ക്ക് തൊട്ടു പിന്നാലെ വന്ന വിവാദങ്ങൾ ഏത് ക്യാമ്പിൽ നിന്നാണ് എതിർപ്പുയർന്നത്? അവർ മുന്നോട്ട് വെച്ച നിലപാട് എന്തെന്നറിയാം. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് മോഹൻലാലിന്റെ വിശദീകരണം, ഈ ഖേദം പ്രകടിപ്പിക്കൽ, അങ്ങനെ വിവാദ സീനുകൾ ഒഴിവാക്കുന്നത്. ഈ പിന്മാറ്റത്തെ എങ്ങനെ കാണണം വിഷ്ണു? ഉന്മേഷ, ഈ ചിത്രത്തിന്റെ വിവാദം ഉയർന്ന ഘട്ടത്തിൽ രണ്ടു വശത്തു നിന്നും ഈ സിനിമ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഒന്ന്, ഇത് ഈ സിനിമക്ക് പൂർണ്ണ പിന്തുണ, അതായത് ആശയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട ഒരു സിനിമ അത് തിയേറ്ററിൽ എത്തേണ്ടതാണ്. അതിൽ സെൻസർഷിപ്പ് അല്ലെങ്കിൽ അത്തരം കത്തിവെക്കുന്നതൊക്കെ ആശയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എതിരാണ്. തരത്തിൽ ഒരു ഇടത് ക്യാമ്പയിൻ ഇടത് പക്ഷത്തു നിന്ന്, അതോടൊപ്പം തന്നെ UDF അടക്കമുള്ള ആളുകളൊക്കെ അതിൽ വലിയ പിന്തുണയർപ്പിച്ചെത്തി. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പുറത്ത് ഇതിനെതിരെ വലിയ ക്യാമ്പയിനുകൾ നടന്നു. സംഘപരിവാർ, പ്രത്യേകിച്ച് സംഘപരിവാർ സൈബർ സൈറ്റുകളിൽ നിന്നാണ് ഇതിനെതിരെ വലിയ ക്യാമ്പയിൻ നടന്നത്. ഏറ്റവും ഒടുവിൽ ഓർഗനൈസർ അതിന്റെ മുഖപ്രസംഗത്തിലൊക്കെ അതിരൂക്ഷ വിമർശനം ഈ സിനിമക്കെതിരെയും മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയൊക്കെ ഉന്നയിക്കുന്നു. ഒരുപക്ഷെ യുവമോർച്ച നേതാക്കൾ ഒരു പടി കൂടി കടന്ന് പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കുന്ന തരത്തിലുള്ള ഘട്ടങ്ങളിലേക്കൊക്കെ വിമർശനം പോയിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പൃഥ്വിരാജ് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ എടുത്തൊരു നിലപാട് നമുക്ക് മുൻപിലുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടുകളൊക്കെ ഉണ്ട്. അദ്ദേഹം അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാതെ സിനിമയെ സിനിമയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇന്നലെ തന്നെ ആ സിനിമയ്ക്ക് 17 സീനുകൾ കട്ട് ചെയ്ത് മാറ്റും എന്നൊരു വിവരം പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിൽ മോഹൻലാൽ തന്നെ ഈ സിനിമയെ വിവാദമാക്കേണ്ടതില്ല
കാര്യങ്ങളൊക്കെ നമ്മൾ മനോവിഷമം ഉണ്ടായ ഭാഗങ്ങളൊക്കെ വെട്ടിമാറ്റാൻ തയ്യാറാണ്, അല്ലെങ്കിൽ 17 സീനുകൾ കട്ട് ചെയ്ത് നേരത്തെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രദർശിപ്പിക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഇതൊരു കീഴ്പ്പെടൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെയൊക്കെ നമുക്ക്. വിഷ്ണു, ഒരു നിമിഷം വിഷ്ണു. ഇപ്പോൾ കോൺഗ്രസ് വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ശ്രീ സന്ദീപ് വാര്യർ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. എതിർപ്പുയർന്ന കാര്യമൊക്കെ നമുക്കറിയാം. അതിന് തൊട്ടു പിന്നാലെയാണ് മോഹൻലാലിന്റെ ഗീതപ്രകടനവും ഈ പിന്മാറ്റവും ഒക്കെ. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു ശ്രീ സന്ദീപ് വാര്യർ? ഒരുപക്ഷെ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സിനിമയ്ക്ക് അത് റീ എഡിറ്റ് ചെയ്യേണ്ടി വരിക. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നടന് ഇത്തരത്തിൽ അവഹേളിതനായി ആക്ഷേപം കേൾക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഭരണത്തിന്റെ തണൽ ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഏജൻസികളുടെ വിരട്ടൽ ഉപയോഗിച്ചുകൊണ്ട്, പടത്തിന് പണം മുടക്കിയവരെയും അതിന് പുറകിൽ പ്രവർത്തിച്ചവരെയും ഒക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു സാഹിത്യ സൃഷ്ടിയെ, ഒരു ആവിഷ്കാര സൃഷ്ടിയെ വികലമാക്കി തീർക്കുക എന്നതിൽ സംഘപരിവാർ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇത് ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. കേരളം പോലെ ഒരു സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത, കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും മലയാളികൾ ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടുകൂടി നേരിടേണ്ട കാര്യമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ പൊതുസമൂഹത്തിന്റെ എതിർപ്പ് കൊണ്ടോ ജനങ്ങളുടെ വലിയ തോതിൽ എതിർപ്പ് കൊണ്ടോ അല്ല ഈ സിനിമയ്ക്ക് ഇത്തരത്തിലൊരവസ്ഥ വന്നിട്ടുള്ളത്. മറിച്ച് കേന്ദ്രഭരണം കയ്യിലുള്ളത് കൊണ്ട് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുമെന്ന ഭീഷണിയുടെ മേലിൽ ഈ സിനിമയ്ക്ക് പണം മുടക്കിയവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റ് ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അവരെ ഉപദ്രവിക്കാൻ കേന്ദ്രഭരണം കൊണ്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു കീഴടങ്ങലായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. മോഹൻലാലിനെ പോലെ ഈ കേരളത്തെ ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന, അതല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്ന ഒരു മഹാനടന് അദ്ദേഹത്തിന് മേലിൽ ഇത്തരത്തിലൊരു സമ്മർദ്ദം കൊണ്ടുവരാൻ ഈ സംഘപരിവാറിന്റെ ആസുരിക ശക്തികൾ നടത്തിയ പരിശ്രമം അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന, മാനവിക സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന മലയാളികൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളായിക്കോട്ടെ, അവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിലൊരു സമീപനം ഒരു സിനിമയോട് സ്വീകരിക്കുന്നതിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ സിനിമ കേരളത്തിൽ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്ന, കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്ന, അതല്ലെങ്കിൽ ഒരു ബാഡ് ലൈറ്റിൽ കാണിക്കുന്ന എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം സിനിമകൾക്കെതിരെ എവിടെയും കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ പോലും നിലപാടുകൾ സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ എമർജൻസി എന്ന് പറയുന്ന കങ്കണയുടെ സിനിമ ഇറങ്ങി. അവിടെ ആരും അതിനെതിരായിട്ട് ഒരു ബഹിഷ്കരണ ആഹ്വാനമോ മറ്റോ ഒന്നും നൽകിയിട്ടില്ല. അവിടെ സൈദ്ധാന്തികമായിട്ടോ അതല്ലെങ്കിൽ ആ സിനിമയിലുള്ള കണ്ടന്റിനുള്ള എതിർപ്പോ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് പറയുന്നതിലപ്പുറമായി സിനിമയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാടൊന്നും എവിടെയും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഈ പ്രൊപ്പഗണ്ട സിനിമകൾ അടക്കം പടച്ചുവിട്ടുകൊണ്ട് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമാക്കാരെ വിരട്ടുകയും അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരായിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളെ മുറിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ വളരെ മോശപ്പെട്ട ഒരു കീഴ്വഴക്കത്തിലേക്ക് ഇത് കൊണ്ടുപോകും. നാളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ തുടർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സിനിമയുണ്ടാവുക, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നാടകങ്ങൾ ഉണ്ടാവുക, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാവുക? അപ്പൊ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ ആളുകളെയും, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അവരുടെ സർഗ സൃഷ്ടികളെയും അവരുടെ ആവിഷ്കാരത്തെയും ഒക്കെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാൻ കഴിയുമെങ്കിൽ അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിലെ ഒരു കറുത്ത ഏടായിട്ട് മാറും. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഇന്ന് രാവിലെയും ഞാൻ സംസാരിച്ചതാണ്. ശ്രീ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു കട്ടിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിരുന്ന കാര്യമാണ്. ആവശ്യമേ എന്തോ അവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകൾ ഭയപ്പെടുന്നുണ്ടാകാം. എന്തായാലും ഇത് ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദി ശ്രീ സന്ദീപ് വാര്യർ, കോൺഗ്രസ് വക്താവ് പ്രതികരണം അറിയിച്ചതിന്. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണുവും ഇപ്പോൾ ഈ സന്ദീപ് വാര്യർ അടക്കം പറയുന്നുണ്ട്, ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പരാമർശം മലയാളത്തിൽ ഒരു സിനിമയിൽ ഉണ്ടാകുന്നത് ആദ്യമല്ല. നമ്മൾ മുൻപും ഇത് കണ്ടിട്ടുണ്ട്, വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറമുള്ള ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നു എന്നാണോ ഇപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് പോലെയൊക്കെ? വിഷ്ണു, ഉന്മേഷ, കേരളത്തിലാണ് ഒരു സിനിമ റീ എഡിറ്റ് ചെയ്ത് അത് രാഷ്ട്രീയ അജണ്ടകളുടെ ഭാഗമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ റീ എഡിറ്റ് ചെയ്ത് വീണ്ടും ഇറക്കേണ്ടി വരിക എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. നേരത്തെ
കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉടുത്ത പഞ്ചാബ് എന്ന സിനിമ 120 സീനുകളുള്ള സിനിമകളുടെ 80 സീനുകൾ കട്ട് ചെയ്യണമെന്ന് സെൻസർഷിപ്പ് പറഞ്ഞു. അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. പിന്നീട് ആ സിനിമ അതേപടി റിലീസ് ചെയ്ത് നമുക്ക് മുൻപിലുണ്ട്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കാശ്മീരിലെ ഫാൾ ഓഫ് ചിന്നാർ എന്ന് പറയുന്ന ഡോക്യുമെന്ററി, അതിനെതിരെ വലിയ വിമർശനങ്ങൾ, അത് പ്രദർശിപ്പിക്കാനാവില്ല എന്ന സംഘപരിവാർ ശക്തികൾ ഒന്നാകെ പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ വിവിധ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിച്ച ഒരു ചരിത്രം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രൊപ്പഗണ്ട സിനിമകളൊക്കെ നോർത്തിൽ നിന്ന് കേരളത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള വിയോജിപ്പ് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് അതിനെ ചർച്ചയിലൂടെ ആ വിഷയത്തെ അഡ്രസ് ചെയ്തു പോകുന്ന ഒരു സംസ്കാരമുള്ള ഒരു ആശയവിനിമയ സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഒരു സിനിമ റീസെൻസർ ചെയ്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും ഇറക്കേണ്ടി വരിക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു കളക്ഷൻ നേടിയ ഒരു സിനിമ, ഒരു മാസ് ഓഡിയൻസ് ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞ ഒരു സിനിമ ഒരു വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് എഡിറ്റ് ചെയ്ത് രണ്ടാമത് ഇറക്കുക എന്ന് പറയുന്നത് ആ സാഹചര്യം അതീവ രൂക്ഷമാണ്. അത് അത്തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഭാവിയിൽ ഇത്തരം സിനിമകൾ വീണ്ടും എഡിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് ഇനി കാര്യങ്ങൾ പോകേണ്ടതാണ് അനിവാര്യതെന്ന് തോന്നുന്നു. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മോഹൻലാലിന്റെ ഉൾപ്പെടെ ഖേദപ്രകടനം ഇപ്പോൾ വരുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സിനിമ കണ്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെ എമ്പുരാനെ പിന്തുണച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്നതാണ്. വിദ്വേഷ പ്രചാരണങ്ങൾ സംഘപരിവാർ അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ സിനിമ കണ്ടത് എന്നാണ് മുഖ്യമന്ത്രി FB പോസ്റ്റിൽ വ്യക്തമാക്കിയത്. സിനിമകൾ നിർമ്മിക്കാനും കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനും അവകാശങ്ങൾ ഉണ്ടാകണം. ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണെന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ലഹരി വിപത്തിനെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടിയും രക്ഷിതാവും അധ്യാപകരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ, സഭ്യേതര സംഭാഷണങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തണം. പാഠ്യപദ്ധതി പരിഷ്കരിക്കണമെന്നും അധ്യാപകർക്ക് പരിശീലനം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി വ്യാപനം ചെറുക്കാൻ വിവിധ മേഖലകളിൽ ഉള്ളവരുമായി നടത്തിയ യോഗത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിലെ കുട്ടികളുടെയും യുവാക്കളുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, അക്രമം, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രതിരോധിക്കുക, സുരക്ഷിതവും ആരോഗ്യകരവുമായ സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യം വെച്ചാണ് നിയമസഭാ ഹാളിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ സർക്കാർ നടപടി കൊണ്ട് മാത്രം കഴിയില്ല. ലഹരിയെ വേരോടെ അറുത്തുമാറ്റാൻ സാമൂഹിക ഇടപെടൽ വേണം. പ്രശ്നത്തെ കയ്യും കെട്ടി നിഷ്ക്രിയരായി നോക്കി നിൽക്കാൻ കഴിയില്ല. തെറ്റുകൾ തിരുത്തി നാശത്തിലേക്ക് തള്ളിവിടാതെ അവസാനത്തെ ആളെപ്പോലും രക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവരെ നാശത്തിലേക്ക് തള്ളിവിടാതെ അവരിലെ അവസാനത്തെ ആളെപ്പോലും രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. കുട്ടികൾ ലഹരിയിലേക്കും ആയുധങ്ങളിലേക്കും എത്തുന്ന സാഹചര്യം കണ്ടെത്തണം. മയക്കുമരുന്ന് മുതൽ അന്ധവിശ്വാസത്തിന്റെ ഓജോ ബോർഡുകൾ വരെ കുട്ടികളെ സ്വാധീനിക്കുന്നു. കുഞ്ഞു മനസ്സിൽ അന്യതാബോധമുണ്ടാകുന്നു. കളിക്കാൻ പോലും കുട്ടികൾക്ക് സമയമില്ലാത്ത സാഹചര്യം. ഇത് മയക്കുമരുന്ന് ഏജന്റുമാർ മുതലെടുക്കുന്നു. മനുഷ്യരൂപം മാത്രമുള്ള ജീവിയായി കുട്ടികൾ മാറുന്നുവെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ലഹരിയെ പ്രതിരോധിക്കാൻ അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു പദ്ധതി സർക്കാർ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ കാലത്തിനനുസരിച്ച് അധ്യാപനത്തിലും മാറ്റങ്ങൾ ആവശ്യമല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അധ്യാപകരിൽ ചിലര് പ്രാഥമികമായി മനഃശാസ്ത്ര കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നവരായി മാറണ്ടേ? അതിനാവശ്യമായ പ്രത്യേക പരിശീലനം വേണ്ടിവരും. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകൾ ലഹരിക്കെതിരായ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുടെ കീഴിലായിരിക്കും സർക്കാർ ലഹരിക്കെതിരെ കർമ്മ പദ്ധതി തയ്യാറാക്കുക. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച 500 ഗ്രാം MDMA പിടികൂടി. പുതുക്കലവട്ടത്തെ വാടക വീട്ടിൽ നിന്ന് മുഹമ്മദ് നിഷാദാണ് MDMAയുമായി പിടിയിലായത്. ആലുവയിൽ 47 ഗ്രാം MDMAയുമായി പിടികൂടിയ ഷാജിയും മുഹമ്മദ് നിഷാദും ബിസിനസ് പങ്കാളികളാണ്. 2 വർഷമായി എറണാകുളം പുതുക്കലവട്ടത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് പൊന്നാനി സ്വദേശിയായ മുഹമ്മദ് നിഷാദ്. ആലുവയിൽ മുഹമ്മദ് നിഷാദിന് വാട്ടർ സപ്ലൈ നടത്തുന്ന പ്ലാന്റ് ഉണ്ട്. ഇതിന്റെ പാർട്ണറായ ഷാജിയെ 47 ഗ്രാം MDMAയുമായി ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തെ തുടർന്ന് പുലർച്ചെ മുഹമ്മദ് നിഷാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 500 ഗ്രാം MDMA കണ്ടെത്തിയത്. പ്രതി പോലീസുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യലിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂവെന്നും പോലീസ് വ്യക്തമാക്കി. വീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 550 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇയാൾക്ക് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറവിലാണ് ഇയാൾ ഈ MDMA ബിസിനസ് നടത്തുന്നത്. പ്രതി അന്വേഷണത്തോട് കൂടുതൽ സഹകരിക്കുന്നില്ല. കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ്
MDMA സെയിലുണ്ടെന്ന് മനസ്സിലായി നമ്മൾ വീട് സെർച്ച് നടത്തി. 2008 മുതൽ MDMA ഉപയോഗിക്കുന്ന ആളാണ് മുഹമ്മദ് നിഷാദ് എന്ന് പോലീസ് പറഞ്ഞു. മരടിൽ 5 ഗ്രാം ഹെറോയിനും പിടികൂടി. ലഹരി ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി. വഖഫ് ബില്ലിൽ KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ UDF ഇടതെമ്പിമാർ ബില്ലിനെ പിന്തുണയ്ക്കണം. മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുനമ്പം പ്രശ്നത്തിന് പരിഹാരം കാണാൻ കേരളത്തിലെ എംപിമാർ വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണം എന്നായിരുന്നു KCBCയുടെ സർക്കുലർ. കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി കിട്ടാതെ അവര് വിഷമിക്കുന്നു, അവർക്കൊരു പ്രശ്നം എന്ന് അവർ പറയുന്നു. കേരളയിലെ എല്ലാ MPമാരെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈ വഖഫ് ആക്ട് അമെൻമെന്റിനെ സപ്പോർട്ട് ചെയ്യണം. ആ ഡിബേറ്റ് നടക്കണം. നമ്മൾ ഇത് ഒരു മതത്തിന്റെ എതിരെയോ അങ്ങനത്തെ ഒരു ബില്ലൊന്നുമല്ല. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൊണ്ടുവരുന്ന നരേന്ദ്രമോദിജി സർക്കാരിന്റെ ഒരു നിയമമാണ്, ഒരു ബില്ലാണ്. വാർത്താമടയിലേക്ക് തിരികെ എത്തുമ്പോൾ 2 പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. മലപ്പുറം വേങ്ങരയിൽ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം എന്ന വാർത്ത. ഇന്നലെ ഉച്ചയ്ക്ക് വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഈ സംഭവം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തെരുവിൽ ഏറ്റുമുട്ടി എന്നാണ് വിപിൻ സി വിജയൻ ഇപ്പോൾ അറിയിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വാർത്ത വരുന്നത് കാട്ടാനക്കൂട്ടം വീട് തകർത്തെന്നുള്ള വാർത്തയാണ്. എറണാകുളം കോതമംഗലം കുട്ടമ്പുഴയിൽ മാമലക്കണ്ടത്താണ് ഈ സംഭവം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഒളിവിൽ. ഇമിഗ്രേഷൻ IB ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുഗാന്ത് ഒളിവിൽ പോയത്. സുഗാന്ത് ഒളിവിൽ പോയതിൽ പോലീസിനെ കുറ്റപ്പെടുത്തി മേഘയുടെ കുടുംബം രംഗത്തെത്തി. അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് മേഘയുടെ വീട് സന്ദർശിച്ച ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇക്കഴിഞ്ഞ മാർച്ച് 24 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായ മേഘ ട്രെയിൻ തട്ടി മരിക്കുന്നത്. മകളുടെ മരണത്തിന് കാരണം സുഹൃത്തുമായുള്ള സൗഹൃദമാണെന്ന് പിന്നീട് മേഘയുടെ കുടുംബം ആരോപിച്ചിരുന്നു. എടപ്പാൾ സ്വദേശിയും IB ഉദ്യോഗസ്ഥരുമായ സുഗാന്ത് സുരേഷ് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു മേഘയുടെ മാതാപിതാക്കളുടെ ആരോപണം. പിന്നാലെയാണ് സുഗാന്തിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ സുഗാന്തിനെ ഓഫീസിലോ എടപ്പാളിലെ വീട്ടിലോ കണ്ടെത്താനായില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച്ഡ് ഓഫ് എന്നായിരുന്നു മറുപടി. ഇതോടെ സുഗാന്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മേഘയുടെ ഫോൺ കോൾ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. മരണം നടന്ന ദിവസം 4 തവണ മേഘയും സുഗാന്തും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടു. മരണത്തിന് തൊട്ടു മുൻപ് മേഘയുടെ ഫോണിലേക്ക് വിളിച്ച് സുഗാന്ത് 8 സെക്കൻഡ് സംസാരിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. സുഗാന്തും കുടുംബവും വീട് പൂട്ടി മുങ്ങിയതിൽ പോലീസ് വീഴ്ചയുണ്ടെന്ന് മേഘയുടെ കുടുംബം. പ്രതിയെ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളുടെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു. പോലീസ് അത് ചെയ്തിട്ടില്ല. ആളെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ട് നല്ല ചൂഷണമാണ് നടന്നത്. അവർക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചിരുന്നു. മേഘ പറഞ്ഞ് കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടെ സമയം എന്താന്ന് പറഞ്ഞിട്ടാണ് അവൾ പറയുന്നത്. അതിനിടെ IB ആഭ്യന്തര അന്വേഷണ സമിതി സുഗാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയെന്ന വിവരവും പുറത്തു വന്നു. മൊഴി രേഖപ്പെടുത്തി വിട്ടയച്ച് സുഗാന്തിനെ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും IB ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം പത്തനംതിട്ടയിലെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ കുടുംബത്തെ കണ്ടു. 24 തിരുവനന്തപുരം. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം. മക്കയിലും മദീനയിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. രാജ്യത്തിന്റെ പല ഭാഗത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇന്നലെ ഷവ്വാൽ മാസപ്പിറ കണ്ടതു മുതൽ ഹറം പള്ളികൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാണ്. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ രാത്രി മുതൽ തന്നെ വിശ്വാസികൾ ഹറം പള്ളികളിലേക്ക് ഒഴുകി. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഹറം പള്ളികളിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. മക്കയിലെ മസ്ജിദുൽ ഹറം പള്ളിയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. اللهم أنقذ المسجد الأقصى من عدوان المعتدين وكيد الصهاينة المحتلين. اللهم اجعله شامخا عزيزا إلى يوم الدين. اللهم انصر إخواننا المستضعفين في فلسطين وفي كل مكان. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഐജാൻ നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
الله أكبر الله أكبر الحمد لله رب العالمين الرحمن الرحيم. സൗദിയിൽ 4000-ഓളം ഈദ്ഗാഹുകളിലും 16,000-ഓളം പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. സൗദിയിലെ പല ഭാഗത്തും വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ജിദ്ദ, റിയാദ്, ദമാം ഉൾപ്പെടെ 14 നഗരങ്ങളിൽ ഇന്ന് രാത്രി വെടിക്കെട്ടുണ്ടാകുമെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. UAE-യിലും വിപുലമായി ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും എത്തിയ വിശ്വാസികൾ സാഹോദര്യം പങ്കുവച്ചു. UAE-യിൽ മലയാളികൾക്കായി 4 സ്ഥലങ്ങളിൽ മലയാളത്തിൽ കുത്തുബ നടത്തി. നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു മാസത്തെ വ്രതത്തിനൊടുവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചിരിക്കുകയാണ്. UAE-യിൽ വിവിധ എമിറേറ്റുകളിലെ പള്ളികളിലെ ഈദ് നമസ്കാരങ്ങളിൽ UAE ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുത്തു. UAE-യിലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ നൽകി. UAE-യിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാദേശിക സമയം 6:30 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു. UAE-യിൽ മലയാളികൾക്കായി 4 ഇടങ്ങളിൽ മലയാളത്തിൽ ഖുതുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു. ദുബായ് ഖിസൈസിൽ ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച മലയാളം ഈദ്ഗാഹിന് മൗലവി ഹുസൈൻ കക്കാട് നേതൃത്വം നൽകി. അൽഖൂസ് അൽമനാർ സെന്ററിൽ മൗലവി അബ്ദുൽ സലാം മോങ്ങം നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സൽഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. നോമ്പിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും കൂടെ നിർത്തണമെന്ന് ഇമാം ഹുസൈൻ സലഫി പറഞ്ഞു. ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്നും ലഹരി ഉപയോഗത്തിന് ശിക്ഷ കടുപ്പിക്കണമെന്നും അതിനായി സർക്കാർ തല ഇടപെടൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ലഹരിക്ക് മതമില്ല, അതിന് ജാതിയില്ല, അതിന് വർഗമില്ല. മയക്കുമരുന്നിൻ്റെ ദൂഷ്യം ഒരു മാനുഷികമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തുമുള്ള രക്ഷിതാക്കളും അവിടെയുള്ള അധ്യാപകരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് ഒന്നായി ഒരു കൂട്ടായ്മ ഈ വിഷയത്തിലുണ്ടാകണം. പ്രാദേശിക കൂട്ടായ്മകൾ എല്ലാവരും എല്ലാ രാജ്യത്തും മയക്കുമരുന്നിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഇവിടെ മതമോ ജാതിയോ വർഗമോ ഇതിനില്ല. ഇത് നമ്മെ തകർക്കുന്ന ഒരു വലിയ അപകടമാണ് എന്ന ചിന്തയോടുകൂടി പ്രാദേശിക കൂട്ടായ്മകൾ രാജ്യത്തൊട്ടാകെ ഉണ്ടാകണം. ഈദ്ഗാഹ് സംഘടിപ്പിക്കാൻ വിശ്വാസികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിന് ഗൾഫിലെ ഭരണാധികാരികൾക്ക് സംഘാടകർ നന്ദി അറിയിച്ചു. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ട് മനുഷ്യർക്ക് സൗഹൃദമായി സമാധാനമായി ജീവിക്കാനുള്ള ഈ അന്തരീക്ഷം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ UAE ഗവൺമെന്റിനുള്ള നന്ദിയും ഇതുപോലെയുള്ള അവസരങ്ങൾ മലയാളികൾക്കായി നൽകുന്ന ഇവർക്കുള്ള ആ ഒരു കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട്. അതേസമയം ഒമാനിൽ റമദാൻ 30 പൂർത്തിയാക്കി നാളെയായിരിക്കും പെരുന്നാൾ ആഘോഷിക്കുക. വ്രതത്തിലൂടെ നേടിയെടുത്ത വിശുദ്ധി ജീവിതത്തിലുടനീളം പുലർത്തുമെന്ന് പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ റമദാൻ മാസത്തോട് വിട ചൊല്ലിയിരിക്കുന്നത്. ദുബായിൽ നിന്നും ശരചരകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. പെരുന്നാളിനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങുമ്പോൾ സംസ്ഥാനത്തെ വിപണിയും സജീവമാണ്. കടുത്ത ചൂടിനെ അവഗണിച്ച് വലിയ തിരക്കാണ് കടകളിൽ അനുഭവപ്പെടുന്നത്. സാമർത്ഥ്യം എടുക്കണ്ടോ 2, 3, 4 ഉണ്ടോ? വൈറ്റ് ചാൻസ് ആണ്. പോളിസിനായിട്ട് ജഡ്സിനെ കഴിച്ച് വൈറ്റ് ചാൻസിൽ കൊടുത്ത് കാലേക്കാം. ഏതായിട്ടോ ഇമ്പോർട്ടർ കഴിച്ചാവും. വ്രതശുദ്ധിയുടെ റംസാൻ ദിനങ്ങൾ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് വിശ്വാസികൾ. വിപണിയിൽ വസ്ത്രങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാരേറെ. കച്ചവടം പൊടിപൊടിക്കുന്നത് രാത്രിയിലാണെങ്കിലും ചൂടിനെ അവഗണിച്ച് പകൽ സമയങ്ങളിൽ എത്തുന്നവരെയും കോഴിക്കോട് മിഠായി തെരുവിൽ കാണാം. അടിപൊളിയാണ്, നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ വെയിലാണ് സീന്. പിന്നെ ഇതായ നാളെ പെരുന്നാളായതുകൊണ്ട് നല്ല പർച്ചേസിന് ഇറങ്ങിയതാ. നല്ല കുഴപ്പമില്ല. ഇപ്പം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് അടിപൊളി. കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സെല്ലാം ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. ഷോപ്പിംഗ് ചെയ്യാൻ കുട്ടികൾക്ക് ആദായത്തിലെടുക്കാം ഒരു നല്ലൊരു സുവർണാവസരം ഇവിടെയാണ്. വിപണി സജീവമാകുന്നതോടെ കച്ചവടക്കാരും വലിയ പ്രതീക്ഷയിലാണ്. അവസാന നിമിഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്നേരം ബോണസ് കൊടുത്ത ആൾക്കാരുണ്ടാവും, പ്രൈവറ്റ് ഉള്ളത്. അത് വന്നിട്ട് ഓൽക്ക് അന്നേരം വന്ന് വാങ്ങേണ്ട ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഒരു മാക്സിമം ഒരുവിധ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന പുതിയ ട്രെൻഡുകളാണ് റംസാൻ വിപണിയുടെ ഇത്തവണത്തെ പ്രത്യേകത. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് വിശ്വാസികൾ. ഒപ്പം വിപണിയും സജീവം. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മലപ്പുറം വേങ്ങരയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ തെരുവിൽ ഏറ്റുമുട്ടി. ജൂനിയർ വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു.
വിപിൻ സി വിജയനോട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. വിപിൻ, എന്തിന്റെ പേരിലായിരുന്നു ഈ തല്ല്? വിപിൻ, ഉന്മേഷ്, വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പല തവണയായിട്ട് പുറത്തു വന്നിട്ടും അതിനൊരു അയവ് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തേണ്ടതും ഗൗരവമുള്ള ഒരു കാര്യം. ഇതിപ്പോൾ വേങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളാണ്. അതിൽ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ ഹയർ സെക്കൻഡറി പരീക്ഷ അവസാന ദിവസമായിരുന്നു. അപ്പോൾ പോലീസിന്റെ കാവൽ ഈ സ്കൂളിന് പുറത്തുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിന്റെ മുന്നിൽ ഇവർ സംഘടിക്കാനും ഒരു സംഘർഷത്തിലൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത അവർ മുന്നിൽ കണ്ടിരുന്നു. അങ്ങനെ പോലീസ് അവിടെ വെച്ച് ഈ വിദ്യാർത്ഥികളെയൊക്കെ പിരിച്ചുവിട്ടതാണ്. അതിനുശേഷം ഈ പോകുന്ന വഴിയിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായി തന്നെ ക്രൂരമായ ഒരു മർദ്ദനം ഉണ്ടാവുകയും അതിൻ്റെ റീലുകൾ എടുത്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സീനിയർ വിദ്യാർത്ഥികളാണ് ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത്. അതിൻ്റെ പോസ്റ്റുകൾ പിന്നീട് റീലുകളായി പ്രചരിക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ. ഇത് പോലീസിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാർ ഇന്നലെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ആ പ്രദേശത്തേക്ക് എത്തുകയും ഇതിൽ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ആരുടെ ഭാഗത്തു നിന്നും ഒരു പരാതി വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പരാതി വരുന്നൊരു പക്ഷം ഇതിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ളത് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നു. പോലീസിൻ്റെ ശ്രദ്ധയിൽ ഇതിനോടകം തന്നെ ഈ വിഷയം വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു വൈരാഗ്യത്തിൻ്റെ പുറത്താണ്, ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു വൈരാഗ്യം തീർക്കലായിരുന്നു ഇന്നലെ നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ മനസ്സിലാവുന്നത്. അതിൻ്റെ പുറത്തായിരുന്നു ഈ ക്രൂരമർദ്ദനം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കുത്തുന്നതും അടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ഒക്കെ കാണാം. അത് പോകുന്ന വഴിക്ക്, അതായത് വീട്ടിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇതുണ്ടായിരുന്നത്. ഈ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒഴിഞ്ഞു മാറി മറ്റൊരു പ്രദേശത്ത് വെച്ച് ഈ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അതിലാണ് ഇത്ര ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടാവുകയും അത് ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു പരസ്പരം പോർ വിളിക്കുന്നതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തേക്ക് ഇപ്പോൾ വരികയും ചെയ്യുന്നത്. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത്. മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. 3000-ൽ അധികം പേർക്ക് പരിക്കുണ്ട്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് അവശ്യ വസ്തുക്കളുമായി 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മ്യാൻമറിലെ പട്ടാള ഭരണത്തിനെതിരായ പോരാട്ടം വിമതസേന നിർത്തിവെച്ചു. തകർന്നടിഞ്ഞ പലയിടങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനാകാത്തത് കനത്ത വെല്ലുവിളിയാണ്. 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന് US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു. 17 ദശലക്ഷം പേരെ ഭൂചലനം ബാധിച്ചെന്നാണ് വിവരം. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിൽ മാത്രം 1200 ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നത്. രക്ഷാദൌത്യത്തിന് യന്ത്ര സംവിധാനങ്ങളില്ലാത്തതും വെല്ലുവിളിയാണ്. തിരച്ചിലിനായി സ്നിഫർ ഡോഗുകളെയും റോബോട്ടുകളെയും വിന്യസിച്ചു. പലയിടങ്ങളിലും കുടിവെള്ളവും വൈദ്യുതിയും ലഭ്യമാകാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ആശുപത്രികളിൽ ഡോക്ടേഴ്സിന്റെ കുറവ് ഉണ്ടാകുന്നതായി റിപ്പോർട്ടുണ്ട്. രക്ഷാദൌത്യത്തിനിടെ ഇന്നലെ തുടർചലനങ്ങളുണ്ടായി. ദുരന്ത മേഖലയിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമമുണ്ടായേക്കാമെന്ന് UN മുന്നറിയിപ്പ് നൽകി. ദുരന്തഭൂമിയിലേക്ക് രാജ്യങ്ങളുടെയും സംഘടനകളുടെയും സഹായം എത്തിത്തുടങ്ങി. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയുടെ 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. 82 പേരടങ്ങുന്ന സംഘത്തെ ചൈന അയച്ചു. അതിനിടെ പട്ടാള ഭരണത്തിനെതിരെ പോരാടുന്ന നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് നടപടി. ഏപ്രിൽ 3-4 തീയതികളിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ബാങ്കോക്ക് അധികൃതർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം വരുന്നുണ്ട്. അവരുടെ കുടിശ്ശിക 53 കോടി രൂപ നേരത്തെ നൽകിയിരുന്നു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കേന്ദ്രമന്ത്രി. സംസ്ഥാന ധനമന്ത്രി ഇപ്പോൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ കാറിന് തീപിടിച്ചു. രഹസ്യാന്വേഷണ ഏജൻസിയായ FSBയുടെ മോസ്കോയിലെ ആസ്ഥാനത്തിന് സമീപത്താണ് ഈ സംഭവം. കാറിന്റെ എഞ്ചിനിൽ ആദ്യം തീപിടിച്ചു എന്നാണ് വിവരം. കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല. വധശ്രമമാണോ എന്നും സംശയമുണ്ട്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ലെന്ന് ദ സൺ റിപ്പോർട്ട് ചെയ്തു. പുടിൻ ഉടൻ മരിക്കുമെന്നും അതോടെ യുദ്ധം അവസാനിക്കും എന്നുമുള്ള യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായത്. ട്രെയിനിൽ നിന്ന് വീട് വരിച്ച അസം സ്വദേശിയുടെ ബാഗിൽ നിന്ന് പണം കവർന്ന പോലീസുകാരന് സസ്പെൻഷൻ. ആലുവ ഗ്രേഡ് SI U സലീമിന് എതിരെയാണ് നടപടി. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ബാഗിൽ നിന്ന് 3000 രൂപയാണ് പോലീസുകാരൻ മോഷ്ടിച്ചത്. പോലീസ് സേനയ്ക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് ആകെ നാണക്കേടാണ് ഗ്രേഡ് SI U സലീമിന്റെ പ്രവൃത്തി.
ഈ മാസം 19-നാണ് ആലുവയിൽ അസം സ്വദേശി ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത്. ഇയാളുടെ ബാഗ് അടക്കമുള്ള വസ്തുക്കൾ ബന്ധുക്കൾക്ക് കൈമാറിയപ്പോൾ പോലീസിന് സംശയം തോന്നിയിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് SI പണം കവർന്നതായി സ്ഥിരീകരിച്ചത്. ഇതര സംസ്ഥാനക്കാരന്റെ ബാഗിൽ നിന്ന് 3000 രൂപയാണ് പോലീസുകാരൻ മോഷ്ടിച്ചത്. പെരുമ്പാവൂർ കോതമംഗലം സ്റ്റേഷനുകളിൽ ജോലി ചെയ്തിരുന്ന സലീം മുൻപും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നടപടി നേരിട്ടയാളാണ്. നടപടി സസ്പെൻഷനിൽ ഒതുങ്ങില്ലെന്നാണ് വിവരം. 24 കൊച്ചി. കേരളത്തിൽ മോഷണം നടത്തിയ കുറുവാ സംഘത്തിൽ അവസാന പ്രതിയും പിടിയിലായി. മധുരയിൽ നിന്നാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് കട്ടുപൂച്ചൻ എന്നയാളെ പിടികൂടിയത്. പിടിയിലായത് കുറുവാ സംഘത്തിലെ ഏറ്റവും അപകടകാരി എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. കേരളത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തുടർച്ചയായി മോഷണം നടത്തി നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ആളാണ് കട്ടുപൂച്ചൻ. മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും അടുക്കളവാതിൽ പൊളിച്ച് വീടിനുള്ളിൽ കയറി സ്വർണം അപഹരിച്ച കേസിലെ പ്രതി. കളരി അഭ്യാസിയായ യുവാവിനെ രാത്രി ആക്രമിച്ചതും ഉഗ്ര ക്രിമിനൽ സ്വഭാവമുള്ള ഇതേ പ്രതി തന്നെ. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് രാത്രികാലങ്ങളിൽ മോഷണം നടത്തുന്നതാണ് കട്ടുപൂച്ചന്റെ രീതി. കുറുവാ സംഘത്തിലെ ഏറ്റവും അപകടകാരിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. മണ്ണഞ്ചേരി SHO ടോൾസെറ്റ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറുവാ സംഘത്തിലെ അവസാന കണ്ണിയായ കട്ടുപൂച്ചനെ പിടികൂടിയത്. തമിഴ്നാട് മധുരയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. 2012-ൽ മാരാരിക്കുളം സ്റ്റേഷൻ പരിധിയിൽ അമ്മയും മകളും തടിച്ചു താമസിച്ചിരുന്ന വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഇയാളെ 18 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. കോവിഡ് കാലത്ത് ജയിൽ ഒഴിപ്പിക്കലിന്റെ ഭാഗമായി ശിക്ഷയിൽ ഇളവ് നൽകി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കട്ടുപൂച്ചന്റെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. 24 ആലപ്പുഴ. വാർത്താമഴയിലേക്ക് തിരികെ. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസോലിയോസ് ജോസഫ് കാതോലിക്ക ബാവ കൊച്ചിയിലെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബാവയ്ക്ക് സഭാ നേതൃത്വവും വിശ്വാസികളും ചേർന്ന് വൻ സ്വീകരണമാണ് നൽകുന്നത്. ഉച്ചതിരിഞ്ഞ് 3:30 പുത്തൻകുരിശിലാണ് സ്ഥാനാരോഹണം നടക്കുക. ആൻമരിയ സണ്ണിയുണ്ട് ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങളുമായി. ആൻമരിയ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ മോർ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്തിലെത്തിയ ശ്രേഷ്ഠ ബാവയെ സഭയിലെ മെത്രാപ്പോലീത്തമാരും സഭാ ഭാരവാഹികളും വർക്കിംഗ് മാനേജ് കമ്മിറ്റി അംഗങ്ങളും വൈദികരും വിശ്വാസികളും ചേർന്നാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി രാഷ്ട്രീയ പ്രമുഖരും ഇവിടെ എത്തിയിട്ടുണ്ട്. 1:30-ക്കാണ് അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയിരിക്കുന്നത്. ഇപ്പം അകത്തെ നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അല്പസമയത്തിനകം ബാവ പുറത്തേക്കിറങ്ങും. അതിനുശേഷം നിരവധിയായിട്ടുള്ള വാഹന ഉടമ്പടിയോടെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിലേക്കായിരിക്കും ശ്രേഷ്ഠ ബാവയെ ആനയിക്കുന്നത്. അവിടെയാണ് ഇതിന് ശേഷമുള്ള മറ്റു ചടങ്ങുകളും കാര്യങ്ങളും പൊതുസമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ശ്രേഷ്ഠ ബസോലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവയെ സ്വീകരിക്കാൻ പാത്രിയർക്ക സെന്ററിൽ ഇതിനകം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുമുണ്ട്. പാത്രിയർക്ക സെന്ററിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് ശ്രേഷ്ഠ ബാവയെ പാത്രിയർക്ക സെന്ററിലേക്ക് സ്വീകരിക്കും. അതിനുശേഷം പാത്രിയർക്ക സെന്ററിൽ നിന്ന് മുൻഗാമിയായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയുടെ കബറടങ്ങിയിരിക്കുന്ന സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിലേക്ക് സഭയെ ആചാരമനുസരിച്ച് അതിലേക്ക് സ്വീകരിക്കും. അതിനുശേഷം ശ്രേഷ്ഠ ബാവയുടെ കബറടങ്കൽ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയെ മലങ്കര സുറിയാനി സഭ ഔദ്യോഗികമായി ഒന്നാകെ അംഗീകരിക്കുന്നതിന്റെ പ്രാർത്ഥന, അതായത് സ്ഥാനാരോഹണ ശുശ്രൂഷ, അതിനുശേഷം ബാക്കി ചടങ്ങുകൾ. ഇതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിൽ നിരവധി പ്രമുഖരാണ് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നിരവധി ആളുകൾ പൊതുസമ്മേളനത്തിന് ഈ പാത്രിയർക്കീസ് സെന്ററിലേക്ക് എത്തും. അവിടെ വെച്ച് അഭിവന്ദ്യ ഇബ്രഹാം മോർ സേവേറിയോസ് വലിയ മെത്രാപ്പോലീത്ത പ്രധാന കാർമ്മികത്വം വഹിക്കും. അതിനുശേഷം പാത്രിയർക്കീസ് ബാവയുടെ പ്രതിനിധിയായി എത്തുന്ന ബെയ്റൂട്ട് ആർച്ച് ബിഷപ്പ് മാർ ഡാനിയൽ ക്ലീമിസ് അടക്കം സഭയിലെ മുഴുവൻ മെത്രാന്മാരും സഹകാർമ്മികത്വം വഹിക്കും. ഈ രീതിയിലായിരിക്കും പാത്രിയർക്കീസ് സെന്ററിലെ ചടങ്ങുകളും പൊതുസമ്മേളനവും പുരോഗമിക്കുന്നത്. യാക്കോബായ സഭയുടെ പുതിയ തലവൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് നിലവിൽ എത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ബാവയ്ക്കിവിടെ. അകത്തെ നടപടികൾക്ക് ശേഷം അല്പസമയത്തിനകം കാത്തോലിക്ക ബാവ, ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ പുറത്തേക്കിറങ്ങും. അവിടെ വെച്ചും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കുടുംബക്കാരടക്കമുള്ള ആളുകൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി വാഹനങ്ങളാണ് ഇവിടെ വാഹന റാലിയോടെ അകമ്പടിയോട് കൂടി ബാവയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രിയർക്കീസ് സെന്ററിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത് പുതിയ തലവനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് യാക്കോബായ സഭ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഈ ശ്രേഷ്ഠ കാത്തോലിക്ക ബാവയായി അഭിഷിക്തനായതിനു ശേഷം ആദ്യമായി അദ്ദേഹം തൻ്റെ സഭയോട് പ്രതികരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പുതിയ വാക്കുകൾ, ഈ സഭയെ അതായത് സഭ പ്രതിനിധീകരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ
ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇനി പുതിയ നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വലിയ തരത്തിലുള്ള സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉന്മേഷ്, ശരി, അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് വരും. ഉച്ച കഴിഞ്ഞ് 3:30-ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുത്തൻകുരിശിൽ നടക്കുന്നത്, സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. അൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധം. യൂത്ത് കോൺഗ്രസ് തേവലക്കര മണ്ഡലം പ്രസിഡന്റ് ജോയിമോന്റെ കാറ് കത്തിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധം. സുജിത്ത് ചന്ദ്രനോട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സുജിത്ത്, ഈ ഉപരോധം ഇപ്പോഴും തുടരുകയാണോ? ഉന്മേഷ്, ഇപ്പോഴും ഉപരോധം തുടരുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂറിൽ കൂടുതലായിരിക്കുന്നു ഇപ്പോൾ തേവലക്കര പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം. തേവലക്കരയിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ജോയിമോന്റെ വീട്ടിൽ കിടന്നിരുന്ന കാറ് കത്തിച്ച സംഭവത്തിൽ 1 മാസം പിന്നിട്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചു പലതവണ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിന് ഇവർ പോലീസ് തയ്യാറായില്ല എന്നാണ് ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇവർ പറയുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ASP അഞ്ജലി ഭാവന ഇവിടെ എത്തി പ്രവർത്തകരുമായി ഇപ്പോൾ സംസാരിച്ചു. എന്നാൽ സമരത്തിൽ നിന്നും പിന്മാറാൻ ഇവർ തയ്യാറല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ASP എത്തിയിരിക്കുന്നു. സമരം അവസാനിപ്പിക്കാനുള്ള നീക്കമാണോ? ഇതിപ്പോൾ 1 മാസമായി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വീട്ടിൽ കയറി കാറ് കത്തിച്ചിട്ട് ഈ 1 മാസമായിട്ടും പോലീസ് പറയുന്നത് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ഞങ്ങൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ പ്രതിഷേധമായിട്ട് വന്നതാണ്. ഇപ്പോൾ ASP വന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA PC വിഷ്ണുനാഥ് ഇവിടെ എത്താറായിട്ടുണ്ട്. അദ്ദേഹം കൂടെ വന്നിട്ട് ഇതൊരു 2-3 ദിവസം കൊണ്ട് ഇത് പിടിക്കാവുന്ന രീതിയിൽ പോലീസ് അന്വേഷണം എത്തിയതാണ്. പിന്നെ ആരോ പ്രതികളെ സംരക്ഷിക്കുന്നത് കൊണ്ട് പോലീസ് അതിൽ നിന്ന് വഴിമാറി. എങ്ങനെ, ഏത് രീതിയിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് രാഷ്ട്രീയ പ്രേരിതമാവാനും കാരണമുണ്ട്. കാരണം ഇതേ ജോയിമോനെ അതിന് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കുത്തുകേസിൽ ജോയിമോനെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുത്തുകേസിലെ പ്രതിയും ഇതുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ രാഷ്ട്രീയവും ഇതുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, അതാണ് ഉന്മേഷ് പറയുന്നത്. ഇപ്പോൾ ജോയ്മോൻ ഇവിടെയുണ്ട്. ജോയ്മോനോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്താണ് ജോയ്മോൻ, എങ്ങനെയാണ് ഈ സമരത്തിലേക്ക് എത്താനുള്ള സാഹചര്യം? ഇപ്പോൾ കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് വീട്ടിൽ കിടന്ന, ഈ മാസം മാർച്ച് 4-ാം തീയതിയാണ് വീട്ടിൽ കിടന്ന വണ്ടി കത്തിച്ചേക്കുന്നത്. വെളുപ്പാരാവിലെ വണ്ടിയുടെ ഇൻഡിക്കേഷൻ അടിച്ച് ഫോണൊക്കെ അടിച്ചിട്ടാണ് വന്ന് തുറന്ന് നോക്കിയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ വണ്ടി കത്തുന്നത് കാണുന്നത്. അപ്പം തന്നെ ഞാൻ, പപ്പ, അമ്മ, വീട്ടിലുള്ള എല്ലാവരും കൂടെ വണ്ടിയുടെ തീ കെടുത്തി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം പോലീസും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒരു സെക്യൂരിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അന്വേഷണം നടക്കുന്നതൊക്കെ പറഞ്ഞു. പിന്നെ ഫോറൻസിക് ഡോസ് കോഡൊക്കെ വന്നു. ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ 1 മാസത്തോളമായി ഈ 4-ാം തീയതി കഴിഞ്ഞ് ഇതുമായിട്ട് യാതൊരു അന്വേഷണം നടന്നിട്ടില്ല. സംശയമുള്ള കുറേ ആൾക്കാരെ ഞാൻ ഫോൺ നമ്പർ സഹിതം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ CDR എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാമെന്ന് ദിനംപ്രതി നമ്മൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല. അതാണ് ഉന്മേഷ്, അതായത് 1 മാസമായി ഇവർക്ക് സംശയമുള്ളവരുടെ വിശദാംശങ്ങളൊക്കെ നൽകി. എന്നിട്ട് പോലും പ്രതികളെ ഇതുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തയ്യാറായില്ല പോലീസ് എന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഉപരോധ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ കുണ്ട്ര MLA PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. എന്തായാലും സമരത്തിൽ നിന്നും ഇവർ പിന്മാറുന്നില്ല. പ്രതികളെ പിടികൂടും വരെ സമരവുമായി മുന്നോട്ട്. ശരി, സുജിത് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം ബ്രോഡ്വേയിലെ രാജധാനി ടെക്സ്റ്റൈൽസിൽ നിന്ന് സ്റ്റേറ്റ് GST ഇന്റലിജൻസ് പിടികൂടിയ 6.25 കോടി രൂപയുടെ ദൃശ്യങ്ങൾ 24-ന്. രാജധാനിയുമായി ബന്ധപ്പെട്ട 4 വ്യാപാര സ്ഥാപനങ്ങളിലും ഉടമയുടെ വീട്ടിലുമായിട്ടാണ് പണം സൂക്ഷിച്ചിരുന്നത്. ഉടമയെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. വസ്ത്രവ്യാപാര മേഖലയിലെ മൊത്തവിൽപ്പന കടകൾ വഴി വൻതോതിൽ നികുതി അടയ്ക്കാതെ പണം സൂക്ഷിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിലെ മൊത്തവ്യാപാര സ്ഥാപനങ്ങളിൽ സ്റ്റേറ്റ് GST ഇന്റലിജൻസ് വിഭാഗം നിരീക്ഷണത്തിന് ശേഷം പരിശോധനകൾ ആരംഭിച്ചത്. ഈ പരിശോധനയിലാണ് ബ്രോഡ്വേയിൽ പ്രവർത്തിക്കുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനമായ രാജധാനി ടെക്സ്റ്റൈൽസിൽ നിന്ന് 6.75 കോടി രൂപ പിടികൂടിയത്. 4 വ്യാപാര സ്ഥാപനങ്ങളിലും ഉടമയുടെ വീട്ടിലുമായിട്ടായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. ഉദ്യോഗസ്ഥർ പിടികൂടിയ പണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. 5 കോടി രൂപയിലധികം കണക്കിൽപ്പെടാതെ കണ്ടെത്തിയാൽ ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് നിയമം. എന്നാൽ രാജധാനിയിൽ നിന്ന് 6 കോടി രൂപയ്ക്ക് മുകളിൽ പണം പിടികൂടിയിട്ടും തുടർ നടപടികൾ വൈകുകയാണെന്നാണ് ആരോപണം. ഉന്നതതല ബന്ധങ്ങളാണ് രാജധാനിയിലെ കണക്കിൽപ്പെടാത്ത പണത്തിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ബ്രോഡ്വേ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്ത്രവ്യാപാര മേഖലയിലെ കൂടുതൽ സ്ഥാപനങ്ങൾ അന്വേഷണ പരിധിയിലാണെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. S. ശ്യാംകുമാർ, 24, കൊച്ചി.
നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. RSS സ്ഥാപകൻ കേശവ് ബലിറാം ഹെഗ്ഡേവാറിന്റെ സ്മൃതി മന്ദിരത്തിൽ പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. രാജ്യത്തെ സേവിക്കാൻ RSS പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. वसुधैव कुटुंबकम का हमारा मंत्र आज विश्व के कोने कोने में पहुंच रहा है और दुनिया इसे हमारे कार्यों में भी देख रही है, महसूस कर रही है। जब कोविड जैसी महामारी आती है, दुनिया में कहीं भी प्राकृतिक आपदा हो, भारत पूरे मनोयोग से सेवा के लिए खड़ा होता है. സന്ദർശനം ചരിത്രപരമെന്നാണ് RSSന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയെ ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി RSS ആസ്ഥാനം സന്ദർശിക്കുന്നത്. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാത്തോലിക്കായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ വിശ്വാസികൾ നൽകുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ആൻമരിയ സണ്ണി ചേരുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്ന്. ആൻമരിയ, വിവരങ്ങൾ. ഉന്മേഷ്, അങ്ങനെ യാക്കോബായ സഭയ്ക്ക് അവരുടെ പുതിയ ഇടയൻ, ആ പുതിയ ഇടയൻ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ ഒരു വലിയ സ്വീകരണമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. എത്രയധികം ആവേശമാണ് അവർക്ക് യാക്കോബായ സഭയുടെ പുതിയ ഇടയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് എന്നുള്ളതിന് ഏറ്റവും വലിയ വിശ്വാസികൾ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകുന്നത്. ഇനിയും സ്ഥാനാരോഹണ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അത് പുത്തൻകുരിശ് വെച്ചാണ് നടക്കുക. അവിടെ സഭ ആസ്ഥാനത്തെ കത്തീഡ്രൽ പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30 ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആൻമരിയ സണ്ണി തുടരുന്നുണ്ട്. ആൻമരിയ, പറയൂ. ിലേക്ക് കടക്കും, സ്ഥാനം ഏറ്റെടുക്കുക എന്നതടക്കമുള്ള സ്ഥാനാരോഹണം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കും. അതിനുശേഷം ബാബിയുടെ നേതൃത്വത്തിൽ ഉള്ള പരിശുദ്ധ കുർബാനയോടും അതിനുശേഷമായിരിക്കും പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിൽ എത്തിയിരിക്കുന്നതും വലിയ തരത്തിലുള്ള ജനങ്ങളാണ് പൊതുസമ്മേളനത്തിനും എത്തുന്നത്. ഇതിനോടകം തന്നെ പാത്രിയാർക്കീയ സെന്ററിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അവരുടെ പുതിയ ഇടയനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് യാക്കോബായ സഭ ഒന്നടങ്കം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് തെളിവ് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇതിനകം തന്നെ വലിയ തരത്തിലുള്ള വാഹന അകമ്പടിയോട് കൂടി നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടി ആൻമരിയ, ശബ്ദം അത് വ്യക്തമാകുന്നില്ല. ആൻമരിയ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ശബ്ദം വ്യക്തമാക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ അഭിവാദ്യം ചെയ്യുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം പുത്തൻകുരിശിൽ എത്തിച്ചേരും. അവിടെ സഭ ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിലാണ്. അവിടെയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരംഭിച്ച പര്യടനം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി അങ്കമാലിയിൽ സമാപിക്കും.
ചത്തങ്ങ മോളിൽ പോകാനും വയ്യ. എന്താ കാര്യം? ലഹരിക്കടിമപ്പെട്ടവരാരും തിരികെ വന്ന ചരിത്രവും കുറവാ. SKN40 കേരള യാത്രയ്ക്ക് രാജനഗരിയുടെ ഐക്യദാർഢ്യം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ പങ്കാളികൾ. എവിടെ വേണമെങ്കിലും പരിശോധിക്കാം, ആരുടെയും പെർമിഷൻ വേണ്ട. ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചോണം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അത് അതിന്റെ മാക്സിമം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു മഹാവിപത്താണ്. ചെറിയ ക്ലാസ്സിൽ 7ാം ക്ലാസ് തൊട്ട് ഇന്ന് പിള്ളേര് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണ്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഗീതം ലഹരിയാക്കിയാൽ മതി. സംഗീതം ആണ് ലഹരി എന്നാണ് പറയുന്നത്. 40 ദീപങ്ങൾ തെളിയിച്ച് SKN40 എറണാകുളം രാജഗിരി ക്യാമ്പസിന്റെ ഐക്യദാർഢ്യം. ലഹരിക്കെതിരെ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും തൃപ്പുണ്ണിത്ര 20 റിംഗ്സ് കൂട്ടായ്മയും സംഘടിപ്പിച്ച വാഹനജാഥ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ട്വന്റി റിംഗ്സ് വണ്ടി പോട്ടെ. ഓക്കെ. ചലച്ചിത്ര പ്രവർത്തകരായ രവീന്ദ്രനും അഭിലാഷ് പിള്ളയും യാത്രയുടെ ഭാഗമായി. എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. ഇപ്പം നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഞാൻ നമുക്കത് പേടിയുണ്ട്. കാരണം ഡെയിലി ഇപ്പം നമുക്ക് കേൾക്കുന്ന മിഠായി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് വെച്ചാൽ ഞെട്ടിക്കുന്നതാണ്. സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഇന്നും മനസ്സിലാക്കാതെയാണ്. ഒരു ചെറിയ പ്ലഷറിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇതിനകത്ത് വന്ന് വീഴുന്നത്. സോ ദേ ഗെറ്റ് അഡിക്റ്റഡ്. ഇത് ആദ്യമേ കുറച്ച് ഫ്രീ ആയിട്ട് വരും. ഇത് അങ്ങനെ തന്നെയാണ് ഈ ബിസിനസ് ഇവർ ഇവിടെ പിടിച്ചത്. വേരോടെ ഇറക്കേണ്ടത്. വിവിധ കേന്ദ്രങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി യാത്ര അങ്കമാലിയിൽ സമാപിക്കും. നാളെ തൃശൂർ ജില്ലയിലാണ് കേരള യാത്രയുടെ പര്യടനം. 24 കൊച്ചി. SK നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24 SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും യാത്രയുടെ പൂർണ്ണരൂപം ലഭ്യമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇവിടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.